അശ്വതി ഭരണി കാർത്തിക ആദ്യ ഭാഗം വരെ ജനിച്ച മേടക്കൂറുകാർക്ക് ബുധനാഴ്ച വൈകുന്നേരം 6 മണിവരെ അനുകൂലമാണ്. കാര്യവിജയം, അംഗീകാരം, നിയമവിജയം, ഇഷ്ടഭക്ഷണ സമൃദ്ധി, ആരോഗ്യം ഇവ കാണുന്നു. ആഗ്രഹങ്ങൾ നടക്കാനും യാത്രകൾ വിജയിക്കാനും തടസ്സങ്ങൾ മാറിക്കിട്ടാനും വായ്പാ ശ്രമങ്ങൾ വിജയിക്കാനും സാധ്യതകൾ കാണുന്നു. സർക്കാരിൽ നിന്നും അനുകൂല ഫലയോഗം കാണുന്നു. വേണ്ടപ്പെട്ടവരുമായി ഒത്തുകൂടാനും സുഖലോലുപ വസ്തുക്കൾ ലഭിക്കാനും സാധ്യതകൾ കാണുന്നുണ്ട്. ബുധനാഴ്ച വൈകുന്നേരം 6 മണി കഴിഞ്ഞാൽ മുതൽ പ്രതികൂലമാണ് കാണുന്നത്. കാര്യതടസ്സം, സ്വസ്ഥത കുറവ്, ഉദരവൈഷമ്യം, യാത്രാ തടസ്സം, അലച്ചിൽ, ശരീരക്ഷീണം, ബിസിനസ്സിൽ നഷ്ടം ഇവ കാണുന്നുണ്ട്. തടസ്സങ്ങൾ വന്നു ചേരാം. വേണ്ടപ്പെട്ടവർ അകലാം. വെള്ളിയാഴ്ച രാത്രി 9 മണി കഴിഞ്ഞാൽ മുതൽ വീണ്ടും അനുകൂലമാണ്. കാര്യവിജയം, ഇഷ്ടഭക്ഷണ സമൃദ്ധി, നിയമവിജയം ഇവ കാണുന്നു. ആഗ്രഹങ്ങൾ നടക്കാനും പുതിയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടാനും പുതിയ സാധ്യതകൾ തുറന്നു കിട്ടാനും വേണ്ടപ്പെട്ടവരുമായി ഒത്തുകൂടാനും സാധ്യതകൾ കാണുന്നു. പ്രതീക്ഷകൾ വർദ്ധിക്കാം. കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി, മകയിരം ആദ്യ പകുതി ഭാഗം വരെ ജനിച്ച ഇടവക്കൂറുകാർക്ക് തിങ്കളാഴ്ച പകൽ 1 മണിവരെ പ്രതികൂലമാണ്. കാര്യതടസ്സം, സ്വസ്ഥത കുറവ്, ഉദരവൈഷമ്യം, ശരീരസുഖക്കുറവ്, യാത്രാ തടസ്സം, മനപ്രയാസം, ധനതടസ്സം ഇവ കാണുന്നു. വായ്പാ ശ്രമങ്ങൾ പരാജയപ്പെടാനും വേണ്ടപ്പെട്ടവരുമായി അകലാനും സാധ്യതകൾ കാണുന്നു. തിങ്കളാഴ്ച പകൽ 1 മണി കഴിഞ്ഞാൽ മുതൽ അനുകൂലമാണ്. കാര്യവിജയം, അംഗീകാരം, നിയമവിജയം, ദ്രവ്യലാഭം ഇവ കാണുന്നു. ആഗ്രഹങ്ങൾ നടക്കാനും യാത്രകൾ വിജയിക്കാനും തടസ്സങ്ങൾ മാറിക്കിട്ടാനും ബിസിനസ്സിൽ പുതിയ സാധ്യതകൾ തുറന്നു കിട്ടാനും വേണ്ടപ്പെട്ടവരുമായി ഒത്തുകൂടാനും പുതിയ ഗ്രഹോപകരണങ്ങൾ ലഭിക്കാനും സാധ്യതകൾ കാണുന്നു. വസ്തു സംബന്ധമായ കാര്യങ്ങളിൽ വിജയം കാണുന്നുണ്ട്. വെള്ളിയാഴ്ച രാത്രി 9 മണി കഴിഞ്ഞാൽ മുതൽ പ്രതികൂലമാണ്. കാര്യതടസ്സം, ധനതടസ്സം, അലച്ചിൽ, ശരീരസുഖക്കുറവ്, മനപ്രയാസം, ഇച്ഛാഭംഗം ഇവ കാണുന്നു. വേണ്ടപ്പെട്ടവർ അകലാനും സാധ്യതകൾ കാണുന്നു. മകയിരം രണ്ടാം പകുതി ഭാഗം, തിരുവാതിര, പുണർദം ആദ്യ മുക്കാൽ ഭാഗം വരെ ജനിച്ച മിഥുനക്കൂറുകാർക്ക് തിങ്കളാഴ്ച പകൽ 1 മണിവരെ പ്രതികൂലമാണ്. കാര്യതടസ്സം, ശരീരക്ഷതം, ഉപയോഗ സാധന നഷ്ടം, പരീക്ഷാ പരാജയം, മനപ്രയാസം ഇവ കാണുന്നു. ഇരുചക്ര വാഹന യാത്രകൾ സൂക്ഷിക്കുക. പ്രതികൂല സന്ദേശങ്ങൾ ലഭിക്കാം. പുതിയ കോഴ്സുകളിലേക്കുള്ള പ്രവേശന ശ്രമങ്ങൾ പരാജയപ്പെടാം. സുഹൃത്തുക്കൾ വാക്കുപാലിക്കാതിരിക്കാം. തിങ്കളാഴ്ച പകൽ 1 മണി കഴിഞ്ഞാൽ മുതൽ ഗുണദോഷ സമ്മിശ്രമാണ്. കാര്യങ്ങൾ ഭാഗികമായി ശരിയാവാം. ഉദരവൈഷമ്യം, പ്രവർത്തനമാന്യം, യാത്രാ തടസ്സം, മനപ്രയാസം, ഇച്ഛാഭംഗം ഇവ കാണുന്നുണ്ട്. ബുധനാഴ്ച വൈകുന്നേരം 6 മണി കഴിഞ്ഞാൽ മുതൽ അനുകൂലമാണ്. കാര്യവിജയം, മത്സര വിജയം, പരീക്ഷാ വിജയം ഇവ കാണുന്നു. തൊഴിലന്വേഷണങ്ങൾ വിജയിക്കാം. പുതിയ കോഴ്സുകൾക്ക് പ്രവേശനം ലഭിക്കാം. നല്ല സന്ദേശം ലഭിക്കാം. ആഗ്രഹങ്ങൾ നടക്കാം. പുതിയ സാധ്യതകൾ തുറന്നു കിട്ടാനും സാധ്യതകൾ കാണുന്നുണ്ട്. പുണർത്തം അവസാന കാൽഭാഗം, പൂയം, ആയില്യം കർക്കിടകക്കൂറുകാർക്ക് തിങ്കളാഴ്ച പകൽ 1 മണിവരെ അനുകൂലമാണ്. കാര്യവിജയം, സുഹൃത്ത് സമാഗമം, നിയമവിജയം ഇവ കാണുന്നുണ്ട്. ആഗ്രഹങ്ങൾ നടക്കാം. ചർച്ചകൾ വിജയിക്കാം. നല്ല സന്ദേശങ്ങൾ ലഭിക്കാം. സഹപ്രവർത്തകർ മൂലം സന്തോഷം കൈവരാം. തിങ്കളാഴ്ച പകൽ 1 മണി കഴിഞ്ഞാൽ മുതൽ പ്രതികൂലമാണ്. കാര്യപരാജയം, ഇച്ഛാഭംഗം, മനപ്രയാസം, ശരീരക്ഷതം, അപകടഭീതി, നഷ്ടം ഇവ കാണുന്നുണ്ട്. വേണ്ടപ്പെട്ടവർ അകലാം. ബുധനാഴ്ച വൈകുന്നേരം 6 മണി കഴിഞ്ഞാൽ മുതൽ ഗുണദോഷ സമ്മിശ്രമാണ്. കാര്യങ്ങൾ ഭാഗികമായി ശരിയാവാൻ സാധ്യത കാണുന്നുണ്ട്. ഉദരവൈഷമ്യം, പ്രവർത്തനമാന്യം, യാത്രാ തടസ്സം, ധനതടസ്സം, മനപ്രയാസം, ശരീരസുഖക്കുറവ് ഇവ കാണുന്നുണ്ട്. വെള്ളിയാഴ്ച രാത്രി 9 മണി കഴിഞ്ഞാൽ മുതൽ അനുകൂലമാണ്. കാര്യവിജയം, ദ്രവ്യലാഭം, ആരോഗ്യം ഇവ കാണുന്നു. ഇടപെടുന്ന കാര്യങ്ങളിലെല്ലാം വിജയം കൈവരിക്കാം. ആഗ്രഹങ്ങൾ നടക്കാം. കിട്ടാതിരുന്ന പണം തിരികെ ലഭിക്കാം. പുതിയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടാം. തടസ്സങ്ങൾ മാറിക്കിട്ടാനും സാധ്യതകൾ കാണുന്നുണ്ട്. മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗം വരെ ജനിച്ച ചിങ്ങക്കൂറുകാർക്ക് ബുധനാഴ്ച വൈകുന്നേരം 6 മണിവരെ അനുകൂലമാണ്. കാര്യവിജയം, അംഗീകാരം, സുഹൃത്ത് സമാഗമം, മത്സര വിജയം, നിയമവിജയം ഇവ കാണുന്നുണ്ട്. ആഗ്രഹങ്ങൾ നടക്കാനും ചർച്ചകൾ വിജയിക്കാനും തടസ്സങ്ങൾ മാറിക്കിട്ടാനും വേണ്ടപ്പെട്ടവരുമായി ഒത്തുകൂടാനും യാത്രകൾ വിജയിക്കാനും പുതിയ കോഴ്സുകൾക്ക്
പ്രവേശനം ലഭിക്കാനും പുതിയ സാധ്യതകൾ തുറന്നു കിട്ടാനും സർക്കാരിൽ നിന്ന് അനുകൂല ഫലയോഗങ്ങൾ ഉണ്ടാകാനും സാധ്യതകൾ കാണുന്നുണ്ട്. ബുധനാഴ്ച വൈകുന്നേരം 6 മണി കഴിഞ്ഞാൽ മുതൽ പ്രതികൂലമാണ് കാണുന്നത്. കാര്യപരാജയം, ഇച്ഛാഭംഗം, മനപ്രയാസം, ശരീരക്ഷതം, നഷ്ടം, അപകടഭീതി ഇവ കാണുന്നു. വെള്ളിയാഴ്ച രാത്രി 9 മണി കഴിഞ്ഞാൽ മുതൽ ഗുണദോഷ സമ്മിശ്രമാണ്. കാര്യങ്ങൾ ഭാഗികമായി ശരിയാവാം. ഉദരവൈഷമ്യം, പ്രവർത്തനമാന്യം, യാത്രാ തടസ്സം, ധനതടസ്സം, മനപ്രയാസം ഇവ കാണുന്നുണ്ട്. ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര ആദ്യ പകുതി ഭാഗം വരെ ജനിച്ച കന്നിക്കൂറുകാർക്ക് തിങ്കളാഴ്ച പകൽ 1 മണി വരെ പ്രതികൂലമാണ്. കാര്യതടസ്സം, ശരീരസുഖക്കുറവ്, യാത്രാ തടസ്സം ഇവ കാണുന്നു. വേദനാജനകമായ അനുഭവങ്ങൾ വന്നുചേരാം. പല കാര്യങ്ങളിൽ നിന്നും മാറ്റി നിർത്തുന്നതായി അനുഭവപ്പെടാം. തിങ്കളാഴ്ച പകൽ 1 മണി കഴിഞ്ഞാൽ മുതൽ അനുകൂലമാണ്. കാര്യവിജയം, അംഗീകാരം, സുഹൃത്ത് സമാഗമം, നിയമവിജയം, ദ്രവ്യലാഭം, സൽക്കാരയോഗം ഇവ കാണുന്നു. ആഗ്രഹങ്ങൾ നടക്കാനും ചർച്ചകൾ വിജയിക്കാനും വായ്പാശ്രമങ്ങൾ വിജയിക്കാനും തടസ്സങ്ങൾ മാറിക്കിട്ടാനും വിനോദയാത്രകൾക്കും സാധ്യതകൾ കാണുന്നു. വെള്ളിയാഴ്ച രാത്രി 9 മണി കഴിഞ്ഞാൽ മുതൽ പ്രതികൂലമാണ്. കാര്യപരാജയം, അപകടഭീതി, നഷ്ടം, ഇച്ഛാഭംഗം, മനപ്രയാസം, ശരീരക്ഷതം ഇവ കാണുന്നു.